വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ സമരം നടക്കുകയാണ്. OP ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകൾ ഉൾപ്പെടെയാണ് ബഹിഷ്കരിക്കുന്നത്. അത്യാഹിത വിഭാഗം, ലേബർ റൂം, ICU തുടങ്ങിയ വിഭാഗങ്ങൾ പ്രവർത്തിക്കും. നവംബർ 15, 13, 21, 29 തീയതികളിൽ OP ബഹിഷ്കരിക്കുമെന്നും പറയുന്നു. MS വീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വീണ, ഈ സമരത്തിൻ്റെ ലക്ഷ്യമെന്താണ്? എന്തൊക്കെ അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്? ഗതം കഴിഞ്ഞ 3 മാസക്കാലത്തിലേറെയായി KGMCT അധ്യാപകർ, അതായത് ഡോക്ടർമാരുടെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. കേരള ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ കൂടിയാണ്. ഇവർ 3 മാസക്കാലമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് OP ബഹിഷ്കരിച്ചുകൊണ്ട്, ഒപ്പം തന്നെ തിയറി ക്ലാസുകൾ ബഹിഷ്കരിച്ചും കൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നത്. അതായത് വിദ്യാർത്ഥികളുടെ ആനുപാതികത്തിനായിട്ട് അധ്യാപകരുടെ കണക്ക് തുല്യപ്പെടുത്തുക, ഒപ്പം തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, DA കുടിശ്ശിക നൽകുക, ശമ്പള കുടിശ്ശിക നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. പലതരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ അടക്കം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പലതവണ സമീപിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിസ്സംഗ മനോഭാവമാണ് തുടരുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ KGMCT തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് OP ബഹിഷ്കരിച്ചുകൊണ്ടും ഒപ്പം തന്നെ തിയറി ക്ലാസുകൾ ബഹിഷ്കരിച്ചും കൊണ്ടുള്ള നടപടികളിലേക്ക് KGMCT കടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നവംബർ മാസവും ഈ പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. നവംബർ 5, 13, 21, 29 തീയതികളിൽ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ശക്തമായ നടപടികളിലേക്ക് കടക്കും. മാത്രമല്ല, ഇന്ന് OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കാഷ്വാലിറ്റി, ലേബർ റൂം, ICU തുടങ്ങിയ അടിയന്തര ചികിത്സകൾക്ക് മുടക്കം വരില്ലെന്നും KGMCT ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള OP ബഹിഷ്കരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി രോഗികൾ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരാണ് ഇത്തരത്തിൽ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. പലതവണ സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ സമീപിക്കുമ്പോൾ സർക്കാരും ആരോഗ്യമന്ത്രിയും അത് പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ശക്തമാകുമ്പോഴും ഡോക്ടറുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സമവായ ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ, പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ KGMCT തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി രോഗികളെത്തുന്ന സർക്കാർ ആശുപത്രികളാണ്. ആ ആശുപത്രികൾ അടിസ്ഥാന സൗകര്യമില്ലാത്തതുകൊണ്ട് രോഗികളുടെ ആനുപാതികത്തിനായി ഡോക്ടർമാരില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും അതായത് അധിക മണിക്കൂറുകളിൽ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. മാത്രമല്ല, കുടിശ്ശിക നൽകുന്ന കാര്യത്തിലും സർക്കാർ കൃത്യമായ മറുപടി നൽകുന്നില്ല. അത് എപ്പോൾ പൂർത്തിയാക്കി നൽകുമെന്നുള്ള കാര്യത്തിലും കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. പുതിയതായി അനുവദിച്ച സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല. പകരം തിരുവനന്തപുരം ജില്ലയിലെയും കോഴിക്കോടുമൊക്കെ അടക്കമുള്ള മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഈ ഡോക്ടർമാരെ അങ്ങോട്ടേക്ക്, അതായത് ആഴ്ചയിൽ 3-4 ദിവസം അധിക ക്ലാസ്സുകൾക്കായിട്ട് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതൊക്കെ അടക്കം വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിയറി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതും അതായത് അധിക സമയം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി തവണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സർക്കാരിനോട് പറയുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളും ഒപ്പം തന്നെ ഈ ശമ്പള കുടിശ്ശികയും അതുപോലെ തന്നെ ഈ അധ്യാപകരുടെ ആനുപാതികവും തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹരിക്കാത്തൊരു ഘട്ടത്തിലാണ് സമരം ശക്തമാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് KGMCT കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു യോഗം ചേർന്നിരുന്നു ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ. അത്തരത്തിൽ ആ യോഗത്തിന് ശേഷമാണ് അടുത്ത മാസം 5 ദിവസങ്ങളിൽ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്കും സമര പരിപാടികളിലേക്കും കടക്കുവാനുള്ള തീരുമാനം KGMCT സ്വീകരിച്ചിരിക്കുന്നത്. ഗൗതം, KGMCTയുടെ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ഒരു തുടക്കം എന്ന നിലയിൽ ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. MS വീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.